നമ്മൾ ഉപയോഗിക്കുന്ന പല ഡെബിറ്റ് കാർഡുകളിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളിലും കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ആക്സസ് ഡിലേ ആകുന്നത്. അതിന് റീസൺ ആ സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ പലപ്പോഴും പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് ലോഞ്ച് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലെയും ഡെബിറ്റ് കാർഡുകളിലെയും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ആക്സസ് അവർ ഡിനേ ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു കുട്ടികളെ നമുക്ക് എങ്ങനെ ലോഞ്ചിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി അഡൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ കാർഡ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റു കാർഡുകൾ വഴിയോ ഒക്കെ കയറ്റാനായിട്ട് സാധിക്കും. 18 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ, മൈനർ ആണെങ്കിൽ നമുക്ക് ആളുടെ പേരിൽ കാർഡൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. ആഡ് ഓൺ കാർഡും പല ബാങ്കും ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ കാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ലോഞ്ചിൽ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. കുട്ടികളുടെ ഏജ് അനുസരിച്ചുള്ള ഫ്രീ ആക്സസ് എന്ന് പറയുന്നത് ലോഞ്ചിൻ്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ലോഞ്ച് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസ് മെത്തേഡ് എന്നിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ആക്സസ് മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡുകളുടെയും ഡെബിറ്റ് കാർഡുകളിലുള്ള കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വഴി നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ലോഞ്ച് പാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ പ്രയോറിറ്റി പാസ് പോലുള്ള മെമ്പർഷിപ്പുകൾ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ഓപ്പറേറ്ററിന് എന്തെങ്കിലും മെമ്പർഷിപ്പ് പ്രോഗ്രാമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏത് മെത്തേഡിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോമൺ ആയിട്ടുള്ള പോളിസികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ലോഞ്ചുകളിലും അവർക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അഡൾട്ട് ഉണ്ട്, പേരൻ്റ് ഉണ്ട്, അവർക്ക് ഫ്രീ ആക്സസ് ഉണ്ടെങ്കിൽ അത് വഴി തന്നെ നമ്മുടെ കുട്ടിയെയും 2 വയസ്സ് വരെയുള്ള കുട്ടിയെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കയറ്റാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വേറെ കാർഡോ വേറെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻക്ലൂഡിങ് പ്ലാസ പ്രീമിയം ലോഞ്ചിൽ വരെ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പേരൻസിനൊപ്പം എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും, അലൗഡ് ആണ്. ഇനി 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെ പേരൻസിനൊപ്പം ലോഞ്ചിൽ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് വരെ മിക്ക ലോഞ്ചിലും കുട്ടികളാണെങ്കിൽ ഫ്രീ എൻട്രി നൽകാറുണ്ട്. അത് ലോഞ്ചുകൾക്കനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ എർത്ത് ലോഞ്ച് ടെർമിനൽ 1-ലാണെങ്കിൽ നമുക്ക് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരെ പേരൻസിനൊപ്പം ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ബാംഗ്ലൂരിലെ 080 ഡൊമസ്റ്റിക് ലോഞ്ച് ടെർമിനൽ 1-ലെ ലോഞ്ച് ആണെങ്കിൽ ആ ഒരു ലോഞ്ചിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പേരൻസിനൊപ്പം സൗജന്യമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ലോഞ്ചുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യും മുമ്പ് നമ്മൾ പോകാൻ സാധ്യതയുള്ള ആ ഒരു ലോഞ്ചിൻ്റെ പോളിസി നോക്കിയിട്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ ഫ്രീ ആയിട്ട് അലോ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യുക. നമുക്കതിനായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ലോഞ്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോഞ്ചിൻ്റെ പോളിസി അനുസരിച്ച് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ എന്തൊക്കെ സൗകര്യം നമുക്ക് കിട്ടും, അതുപോലെ തന്നെ എത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള പോളിസീസൊക്കെ നമുക്ക് പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാം. മറ്റൊരു ഓപ്ഷനാണ് ഡിസ്കൗണ്ടഡ് റേറ്റ്. ആദ്യം പറഞ്ഞ രീതിയിൽ ലോഞ്ചിൻ്റെ പോളിസിക്ക് അനുസരിച്ച് ഉള്ള ഏജ് എന്ന് പറയുന്നത് ഒരു മാക്സിമം കാണാൻ സാധിക്കുന്നത് 7 വയസ്സ് വരെയാണ്. ചില ലോഞ്ചിൽ ഈ പറഞ്ഞ രീതിയിൽ 5 വയസ്സാണെങ്കിലും മാക്സിമം വരുന്നത് ഒരു 7 ആണ്. 7 വയസ്സ് വരെയൊക്കെയാണെങ്കിൽ പല ലോഞ്ചിലും നമുക്ക് സൗജന്യമായിട്ട് പേരൻസിനൊപ്പം എൻ്റർ ചെയ്യാം. അതിന് മുകളിൽ എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്കൊരു ചെറിയൊരു പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നമുക്കൊപ്പം ലോഞ്ചിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. നോർമലി അഡൾട്ട്സിന് ഒരു റേറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു റേറ്റ് അല്ല, അതിനേക്കാൾ കുറവുള്ള ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് മാത്രം നൽകിയാൽ മതിയാകും. മിക്ക ലോഞ്ചിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് നൽകിക്കൊണ്ട് നമുക്ക് അവരെ കൂടി നമുക്കൊപ്പം ലോഞ്ചിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോർമലി വരുന്ന അഡൾട്ടിന് കൊടുക്കുന്ന ആ ഒരു സെയിം റേറ്റ് തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊപ്പം നമ്മുടെ കുട്ടിയെയും ലോഞ്ചിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രയോറിറ്റി പാസ് വഴിയൊക്കെയാണ് ഇപ്പോൾ അഡൾട്ട് എൻട്രി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഗസ്റ്റിനെ കയറ്റണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഒരു ഫുൾ എമൗണ്ട് അഡൾട്ടിന് നോർമലി ഈടാക്കുന്ന ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രയോറിറ്റി
സെക്യൂരിറ്റി പാസിൻ്റെ കാര്യത്തിൽ ഗസ്റ്റിൻ്റെയൊക്കെ പോളിസി ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ഈ രീതിയിൽ ഫുൾ പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നമുക്കൊപ്പം കുട്ടികളെയും ലോഞ്ചിലേക്ക് കയറ്റാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഓപ്ഷനാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് വരുന്ന ഓപ്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഏജ് വരെയുള്ളവർക്ക് സൗജന്യമാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ്, അതൊക്കെ ആണെങ്കിൽ പേരൻസിന് ഒരു ആക്സസ് ഉണ്ടായിരിക്കണം, പേരൻസിൻ്റെ ആക്സസ് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയെയും ലോഞ്ചിലേക്ക് കയറ്റാനായിട്ട് സാധിക്കൂ. ഇനി നമുക്ക് കാർഡുകളിൽ കിട്ടുന്ന കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് എങ്ങനെ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഗസ്റ്റുകൾക്ക് കൂടി കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് നൽകുന്ന പല പ്രീമിയം ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകളും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ കൂടി ലോഞ്ചിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ അഡ്ലസ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ തന്നെ ബർഗണ്ടി വേരിയൻ്റ് ഡെബിറ്റ് കാർഡ്, പിന്നെ നമുക്ക് HSBC ബാങ്കിൻ്റെ പ്രീമിയർ ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ പല ഹൈ എൻഡ് പ്രീമിയം കാർഡുകളിലും ഈ പറഞ്ഞ രീതിയിൽ ഗസ്റ്റുകളെ കൂടി നമുക്ക് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഇത്ര തവണ നമുക്ക് ലോഞ്ചിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാനുള്ളൊരു ഒരു ഫീച്ചർ കൂടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകളാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വരുന്ന മറ്റ് ഒരു ആളെ കൂടി നമുക്ക് ലോഞ്ചിലേക്ക് കയറ്റാം. മറ്റൊരു ഓപ്ഷൻ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് വേറൊരു കാർഡുണ്ട്, അതിൻ്റെ അകത്ത് സെയിം ടെർമിനലിൽ സെയിം ലോഞ്ചിൽ ആക്സസ് ഉണ്ടെങ്കിൽ ആ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടിയെ നിങ്ങൾക്ക് കയറ്റാനായിട്ട് സാധിക്കും. നോർമലി ബോർഡിംഗ് പാസിലെ നെയിമും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും നോർമലി മിക്ക ലോഞ്ചിലും അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്തേക്കാം, പക്ഷേ കുട്ടികളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും കയറ്റി വിടുക തന്നെ ചെയ്യും. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെയൊക്കെ ഒരു രീതി പോലെ ഇരിക്കും. സ്റ്റാഫ് ഓക്കെ ആണെങ്കിൽ നമ്മളെ കയറ്റി വിടും. മറ്റൊരു ഓപ്ഷൻ ആഡ് ഓൺ കാർഡാണ്. നമുക്ക് 18 വയസ്സിന് താഴെയുള്ള മൈനർ ആണെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ മിക്ക ബാങ്കും ആഡ് ഓൺ കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. അതേസമയം നമുക്ക് സ്പൗസിൻ്റെ പേരിലേക്ക് ഒരു ആഡ് ഓൺ കാർഡ് ഇഷ്യൂ ചെയ്ത് അത് ഉപയോഗിച്ച് അത് സ്വൈപ്പ് ചെയ്തുകൊണ്ട് കുട്ടിയും കൂടി നമുക്ക് കയറ്റാനായിട്ട് സാധിക്കും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എയർലൈൻ കൊളാബായിട്ടുള്ള എയർലൈൻ്റെ അണ്ടറിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ലോഞ്ചുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊന്നും അങ്ങനെ ഇല്ല, പക്ഷേ പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട്. എയർലൈൻ ബ്രാൻഡഡ് ലോഞ്ചുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് യുണൈറ്റഡ് ക്ലബ്ബ് അങ്ങനെയുള്ള ലോഞ്ചുകളൊക്കെ ആണെങ്കിൽ അവർ അത്തരം ലോഞ്ചുകൾ ഫാമിലി ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ പ്രൈമറി കാർഡ് ഹോൾഡറിന് ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ സ്പൗസിനെയും അതുപോലെ തന്നെ കുട്ടിയെയും ആ ഒരു ഫാമിലി എന്ന രീതിയിൽ അവരെയും ഫ്രീ ആയിട്ട് ഇത്തരം ലോഞ്ചുകൾ അലോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്ലി ലോഞ്ച് ആണെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് അനുവദിക്കും. എന്തായാലും ട്രാവൽ ചെയ്യും മുമ്പ് തന്നെ ഈ പറഞ്ഞ പോളിസി ഓരോ ലോഞ്ചിൻ്റെ നിങ്ങൾ പോകാൻ ചാൻസ് ഉള്ള ആ ഒരു ലോഞ്ചിൻ്റെ പോളിസി ചെക്ക് ചെയ്യുക. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ ഒരു പർട്ടിക്കുലർ ലോഞ്ച് സൗജന്യമായിട്ട് എൻട്രി അനുവദിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അത് ഞാൻ കാണിച്ചാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലൊരു ബാക്കപ്പ് കാർഡുകൾ കൂടി കരുതുക. ഒരു സിംഗിൾ കാർഡിനെ മാത്രം ആകരുത് പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും കാർഡിലേക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ POS ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ക്വാർട്ടർലി സ്പെൻഡിങ് ലിമിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് ഈ ഒരു ലോഞ്ച് ആക്സസ് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബാക്കപ്പ് കാർഡ് കൂടി ഉണ്ടായിരിക്കുക. പിന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി തന്നെ പോവുക. ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡും സ്വൈപ്പ് ചെയ്ത് അതൊന്നും വർക്കായില്ല എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ബാക്കപ്പ് പ്ലാനും കൂടി കരുതുക. പിന്നെ ലോഞ്ചിലൊക്കെ നല്ല ക്രൗഡ് ആണെന്നതിൽ തിരക്കാണെങ്കിൽ പലപ്പോഴും ബോർഡിംഗ് പാസിൽ നെയിമും അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും സെയിം വേണമെന്നൊക്കെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് നിർബന്ധം പിടിക്കും. അതേസമയം നിങ്ങൾ പോകുന്ന സമയത്ത് ഓവർ ക്രൗഡഡ് അല്ല, ലോഞ്ചിൽ ഇപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ബോർഡിംഗ് പാസിലെ നെയിമും അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും മാച്ച് ആകണമെന്നുള്ള ഇതൊന്നും അവർ നിർബന്ധം പിടിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ ലോഞ്ചിൻ്റെ ആ സമയത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ക്രൗഡിനെയൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്രെഡിറ്റ് കാർഡുകളിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകളിലും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി